നമ്മളിന്ന് നോക്കുന്നത് 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 2022 നടന്ന എക്സാമാണിത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഹൃദയരാഗങ്ങൾ. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടി.പി. ഔസേപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ജഡായു. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സജി ചെറിയാൻ. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ? എക്സാം നടക്കുന്ന ടൈമിൽ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, അഡ്വക്കേറ്റ് എം.കെ. സക്കീർ. എന്നാൽ ഇപ്പോൾ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ എം.ആർ. ബൈജു ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 13. അന്നാബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. ഡോക്ടർ ശോശാമ്മ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏതു വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മറ്റുള്ളവ. ഡോക്ടർ ശോശാമ്മ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏതു വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 2002. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിലടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അലൂമിനിയം, സിലിക്ക. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബസാൾട്ട്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നതെന്ന്? ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. റൈറ്റ് ആൻസർ വരുന്നത് ഡിസംബർ 5 ആണ്. ഓപ്ഷനിൽ അത് തന്നിട്ടില്ല. ഓക്കെ, ഡിസംബർ 5 ആണ് വരേണ്ടത്. താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വത നിരയ്ക്ക് ഉദാഹരണം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബി ആൻഡ് സി. അറ്റ്ലസ് ആൻഡ് ആൽപ്സ്, അവ രണ്ടും മടക്കുപർവ്വത നിരയ്ക്ക് ഉദാഹരണമാണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മഴവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, UP, ഉത്തർപ്രദേശ്. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര്?
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, നഗരം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ശരത്കാലം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പാലക്കാട്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലഡാക്ക്, സസ്കർ. താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, വില്യംസ് മൂന്നാമൻ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, വിശ്വാസ് മേത്ത. നിലവിലെ മുഖ്യ വിവരാവകാശ ഓഫീസർ എന്ന് പറയുന്നത് വി ഹരിനായർ ആണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 293. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ജസ്റ്റിസ് ഗോപാൽ വല്ലഭ് പട്നായിക്. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 8. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാകുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അമേരിക്ക. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 1989 നവംബർ 20. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1885. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു?
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കഴ്സൺ പ്രഭു. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കാൺപൂർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, റാണി ഝാൻസി റെജിമെന്റ്. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, രാജ്മഹൽ കുന്നുകൾ. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മറാത്ത. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പാലക്കാട്. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കബനി. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കൊല്ലം. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, KM ബീനാമോൾ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പള്ളിവാസൽ. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 4. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, തൃശൂർ. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്രൊഫസർ KV തോമസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 1949. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, സി ശങ്കരൻ നായർ. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഓരോ സ്റ്റേജുകളിലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസും ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് വ്യത്യസ്തമായിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചതാരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. ചുവടെ
തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പ്രാചീന മലയാളം. ആധുനിക കാലത്തെ അത്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ക്ഷേത്രപ്രവേശന വിളംബരം. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചതാര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, കുമാരഗുരുദേവൻ. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, നാടകം. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കോഴഞ്ചേരി പ്രസംഗം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 24. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കരൾ. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞവയെല്ലാം. രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്ലാസ്മയിൽ കാണപ്പെടുന്നു. യോജിക്കാത്ത പ്രസ്താവന. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 1ഉം 4ഉം. അന്ധരെക്കുറിച്ച് പറയുന്ന പ്രസ്താവനയാണ്. അതിൽ വൈറ്റ് കെയിനും ടോക്കിംഗ് വാച്ചും ഉപയോഗിക്കുന്നത് അന്ധരാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അനാമിക. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, വാഹനങ്ങളിൽ നിന്നുള്ള പുക. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പശ്ചിമ ബംഗാൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബാക്ടീരിയ. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇന്ത്യ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്നു പറയുന്നു. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മോസ്ലി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഓക്സിജൻ.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഹേമറ്റൈറ്റ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, നൈലോൺ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനകോൺ എത്രയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 60 ഡിഗ്രി. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, പ്രതലബലം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഖരവസ്തുക്കളിൽ. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 4 ഡിഗ്രി സെൽഷ്യസ്. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിക്കുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇരട്ടിയാകുന്നു. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. നമ്മൾ 80 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതുവരെ 3 സ്റ്റേജിൽ നടന്ന 10th ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.